ഒരാളിൽ ഒരു ദുസ്വഭാവം ഉണ്ടായി, ഒരു തിന്മ ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ അത് മാറ്റിയെടുത്തു. പിന്നെ നല്ല ഒരു മനുഷ്യനായി മാറി. അയാളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പരിപൂർണ്ണ മുക്തി നേടിയ ആൾ ആ തിന്മയിൽ നിന്നും മറ്റുള്ള ആളുകളെ പിന്മാറ്റുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മദ്യപാനിയായ ഒരാൾ, അയാൾ തീർത്തും മദ്യപാനം ഒഴിവാക്കി. പിന്നീട് മദ്യപാനികളായ ആളുകളോട് നിങ്ങൾ കുടിക്കാൻ പാടില്ല കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ പറയും, നീ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അതിനാൽ നീ ഒന്നും പറയേണ്ടതില്ല. ഈ ഒരു നിലപാട് ശരിയാണോ? ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യും? ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്? നമ്മളിപ്പോൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ അയാൾക്കത് കൗണ്ടർ ചെയ്യണം, അതിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ന്യായം കിട്ടും. ഇതന്നെ ആയിക്കോണമെന്നില്ല, സ്വാഭാവികമായിട്ടും. ശരി, നീ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണോ നീ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാൻ എന്നിപ്പോ ആരോട് ചോദിച്ചാലും അയാൾക്ക് പറയാൻ കഴിയും, ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം അഭിമുഖീകരിക്കാതെ നമുക്കതിന് ഒരാളോട് ഉപദേശിക്കാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നന്നായി ബിസിനസ്സിൽ മികച്ചു വന്ന ഒരാൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറയണത് ഞാൻ ബിസിനസ്സിൽ വളരെയധികം ഉയർന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കുന്ന ഒരു ന്യായമല്ല. അതേപോലെ ഒരു തെറ്റിന്ന് തിരിച്ചു വന്ന ഒരാൾ, അപ്പൊ അയാളുടെ അനുഭവം വെച്ചിട്ട് എന്ത് ചെയ്യും, എനിക്ക് ഇത്തരം തെറ്റുകളിൽ നിന്ന് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്കും സാധിക്കും എന്ന നിലക്ക് പറയുമ്പോൾ അയാൾക്ക് ഏറ്റവും പറയാൻ അവകാശമുണ്ട്, പറയാൻ ഏറ്റവും ഒരു ന്യായമുണ്ട്. മാത്രമല്ല അയാൾക്ക് ഏറ്റവും നന്നായിട്ട് ഈ തെറ്റ് ചെയ്യുന്ന ആളെ തിരുത്താനും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഈ ഉപദേശങ്ങൾ പറയുന്ന സമയത്ത് ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അപ്പോൾ നമ്മൾ എന്ത് ഉപദേശങ്ങൾ പറയുകയാണെങ്കിലും അതിൽ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഇപ്പം. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് രണ്ട് വശങ്ങളാണ്. ഒന്ന് അറിവാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ തെറ്റ് തിരുത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ എന്നോട് പറയുന്നു നീ കള്ളുടിക്കാൻ പാടില്ല എന്നല്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അയാൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ദൈവികമായിട്ടുള്ള ഒരറിവ് നമ്മൾ അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പൊ അത് ഞാൻ ഉപദേശിക്കുന്ന പോലെ അയാൾ വിചാരിക്കേണ്ട കാര്യമില്ല, മറിച്ച് ഞാൻ എന്താണ് അയാൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവ് എന്ത് ചെയ്യണം, ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം. ഞാനല്ല അയാളെ വിലക്കുന്നത്, അള്ളാഹു വിലക്കിയ കാര്യം ഞാൻ അയാളെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഏതൊരാളെ ഉപദേശിക്കുമ്പോഴും നമ്മുടെ ഭാഗത്തുള്ള ഉപദേശമായിട്ടല്ല പറയേണ്ടത്, നമ്മളെന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു നിർദ്ദേശമായി പറയാണ്. അപ്പൊ അള്ളാഹ് പറയുന്നൊരു നിർദ്ദേശത്തെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റേത് തെറ്റുകളും അപാകതയൊന്നുമില്ല, ഞാൻ പറയുന്നത് ആരതാണ്, അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഹിക്മത്ത്, അതിനൊരു വ്യാഖ്യാനം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആ കേൾക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിനെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് പറയേണ്ട പോലെ പറയണം. ഒരു അങ്ങേയറ്റം തെറ്റ് ചെയ്ത് വളരെ മോശമായി നടക്കുന്ന ഒരു ധിക്കാര രൂപത്തിൽ നടക്കുന്ന ആളാണെങ്കിൽ അയാളോട് പറയേണ്ട അതിന്റെ രൂപമുണ്ട്. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, ആദരിക്കേണ്ട മാതാപിതാക്കളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുമ്പോൾ അതിന് അതിൻ്റെതായ രൂപമുണ്ടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പറയുന്നിടത്തുള്ള ഹിക്മത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ പരിഗണിക്കാതിരുന്നാലും പ്രതികരണങ്ങൾ എന്തായിത്തീരും, മോശമായി തീരും. പിന്നെ ഏറ്റവും നല്ല വളരെ ഗുണകാംക്ഷയോട് കൂടെ ഉള്ള ഒരു ഉപദേശമാണെന്ന്, നല്ലൊരു ഉപദേശം, അതായത് അദ്ദേഹത്തിന് ഇതെന്റെ ഗുണത്തിനാണെന്ന് തോന്നുന്ന രൂപത്തിൽ ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പേര് പറയാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി പറഞ്ഞു അയാൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ചിലപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാം, മാറാം. ചില സന്ദർഭങ്ങളിൽ പറയുമ്പോൾ മാറാം. അതിന് നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മതപരമായ ഒരു ബാധ്യതയായി കണ്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പ്രവാചകന്മാരെല്ലാവരും ആ ഒരു പാതയാണ് നമുക്ക് കാണിച്ചെന്നുള്ളത്. നിരന്തരം ഏത് സമയത്താണെന്നുള്ള മാത്രമല്ല, അങ്ങനെ ചെയ്താലുള്ളൊരു കൂലി. അപ്പം അയാൾ പിന്നീട് ഒരു അവസരത്തിൽ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും പ്രതിഫലം കിട്ടാനുള്ള ആ ഒരു അയാൾ മാറിയാൽ ആ മാറിയതിനു ശേഷമുള്ള ജീവിതത്തിലെ ഓരോ നന്മന്റെ പ്രതിഫലം ഈ പറഞ്ഞാൽ